കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ ഡിവൈഎഫ്ഐ നേതാവ് ജിതിൻ ഭാസ്കറിന്റെ ജാമ്യാപേക്ഷ തള്ളി. ജിതിനെ 2 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. വടകര ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യാപേക്ഷ തള്ളിയത്. സരീഷ് പി കെ ചേർന്ന വിവരങ്ങളുമായി. സരീഷ്, പ്രതിയിലേക്ക് എത്താൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് ക്ലോസ് ചെയ്തൊരു കേസായിരുന്നു. അതിൽ വീണ്ടും അന്വേഷണം. ഒരു പ്രതിയെ പിടിക്കുന്നു. അയാളുടെ ജാമ്യാപേക്ഷ നിലവിൽ തള്ളിയിരിക്കുന്നു. വിശദാംശങ്ങൾ. കാഫിർ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട അറസ്റ്റും അതോടൊപ്പം തന്നെ കസ്റ്റഡിയുമാണ് ഈ കേസിൽ ഉണ്ടായിരിക്കുന്നത്. ഇന്നലെയാണ് ഇയാളുടെ കഴിഞ്ഞ ദിവസമാണ് അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. അതിന് തൊട്ടു പിന്നാലെ ഇന്നലെ തന്നെ ഈ പ്രതി കോടതിയിൽ ജാമ്യ ഹർജി നൽകുന്നു. അതിൽ വാദം കേൾക്കുന്നു. ഇന്നലെ ഉച്ചയോടെ SIT ഇത്തരത്തിൽ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി കൊടുക്കുന്നു. അതിന് തൊട്ടു പിന്നാലെ വാദം, ഈ 2 കേസിലും വാദം പൂർത്തിയാക്കുന്നു. ഇന്ന് ആദ്യം തന്നെ കേസ് പരിഗണിക്കുകയും ജാമ്യ ഹർജി ആദ്യഘട്ടത്തിൽ തള്ളുകയും ചെയ്തു. പിന്നീടാണ് ഈ 7 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വേണം എന്ന ആവശ്യം കോടതി നിരാകരിക്കുകയും 2 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിടുകയും ചെയ്തിട്ടുള്ളത്. 20-ാം തീയതി വൈകിട്ട് 5 മണിവരെയാണ് പോലീസ് കസ്റ്റഡിയിലേക്ക് ഈ പ്രതിയെ വിട്ടിരിക്കുന്നത്. ഇനി SITക്ക് മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് എവിടെ നിന്നാണ് ജിതിന് ഈ കാഫിർ സ്ക്രീൻഷോട്ട് ലഭിച്ചത് എന്ന് കണ്ടെത്തേണ്ടതുണ്ട്. അതിൽ മൊഴി രേഖപ്പെടുത്തിയാൽ മാത്രമേ, അതായത് ജിതിനെ ചോദ്യം ചെയ്യുകയും സാഹചര്യ തെളിവുകൾ ചൂണ്ടിക്കാട്ടി എവിടെ നിന്ന് ആരയച്ചു തന്നു, അല്ലെങ്കിൽ ജിതിൻ തന്നെയാണോ ഇത് നിർമ്മിച്ചത് എന്ന് വാക്കാലുള്ള മൊഴി രേഖപ്പെടുത്തുക എന്നത് മാത്രമാണ് ഇപ്പോൾ SITക്ക് മുന്നിലുള്ള വെല്ലുവിളി. കാരണം നേരത്തെ ഈ ജിതിൻ്റെ ഉൾപ്പെടെ ഫോൺ പരിശോധിക്കുകയും അതിൻ്റെ ശാസ്ത്രീയ വശങ്ങളൊക്കെ പരിശോധിക്കുകയും ചെയ്തെങ്കിലും ഒന്നും തന്നെ കണ്ടെത്താനായിട്ടില്ല. അത് റിക്കവർ ചെയ്യാനാകാത്ത വിധം നശിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ് SIT കരുതുന്നത്. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഈ കാഫിർ സ്ക്രീൻഷോട്ട് തയ്യാറാക്കിയത്, അത് മറ്റാരുടെയെങ്കിലും സഹായമുണ്ടോ എന്ന് കൃത്യമായി എത്തണമെങ്കിൽ, നേരത്തെ എല്ലാവരും ആരോപിച്ചതുപോലെ ഈ കാഫിർ സ്ക്രീൻഷോട്ടിന്റെ സൃഷ്ടാവിലേക്ക് എത്തണമെങ്കിൽ ജിതിന്റെ മൊഴി, ജിതിന്റെ കുറ്റസമ്മതം അത് അടിയന്തരമായി രേഖപ്പെടുത്തേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ കസ്റ്റഡിയിൽ വാങ്ങുന്നത്. ഈ 2 ദിവസം കൃത്യമായി ചോദ്യം ചെയ്യാൻ പോകുന്നത് 200ഓളം വാട്സപ്പുകളിലേക്ക് ഷെയർ ചെയ്തത് അത് ജിതിനാണ് എന്ന് SIT നേരത്തെ തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. ഇനി ജിതിൻ സ്വന്തം മൊബൈലിലാണോ ഈ കാഫിർ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ അത് ആരാണ് ഉണ്ടാക്കി നൽകിയത് ആരാണ് എന്നതാണ് കണ്ടെത്തേണ്ടത്. എന്തായാലും നിലവിൽ അങ്ങനെയൊരു വ്യക്തിയിലേക്ക്, അതായത് ജിതിനപ്പുറത്തേക്ക് ആരുണ്ടാക്കി എന്ന കാര്യത്തിലേക്ക് SITക്ക് എത്താനായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ജിതിൻ്റെ ഫോണിൽ തന്നെ ഈ കാഫിർ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കി എന്ന് കണ്ടെത്തുകയും അതുമായി ബന്ധപ്പെട്ട മൊഴി രേഖപ്പെടുത്താനാണ് സാധ്യത. എന്തായാലും 2 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിടുകയും ജിതിൻ്റെ ജാമ്യ ഹർജി തള്ളുകയും ചെയ്തിട്ടുണ്ട്.